രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടികൾ സമാപിച്ചു. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് നടന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടും പ്രകാശനം ചെയ്തു. വിവിധ ജില്ലകളിൽ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായ പ്രദർശന വിപണനമേളയും അവലോകന യോഗങ്ങളും പൂർത്തിയാക്കിയ ശേഷമാണ് സമാപനം. തുറന്ന വാഹനത്തിൽ പുത്തരിക്കണ്ടം മൈതാനിയിലെ സമ്മേളന നഗരിയിൽ മുഖ്യമന്ത്രി എത്തി. ഇടതുമുന്നണി ഭരണത്തിൽ സംസ്ഥാനത്ത് വലിയ പുരോഗതിയാണ് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവും നാഷണൽ ഹൈവേ വികസനവും അടക്കമുള്ളവ ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം. വിഴിഞ്ഞം പോർട്ട് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിന്റെ വികസനത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നായി ആ പോർട്ട് മാറുമെന്നാണ് നാം കാണേണ്ടത്. ആ പോർട്ട് സംസ്ഥാനത്തിലെ വലിയ പോർട്ട് എന്ന നിലയല്ല, രാജ്യത്തിലെ ഏറ്റവും വലിയ പോർട്ടാണ്. ലോകത്തിലെ അപൂർവം വലിയ പോർട്ടുകളിൽ ഒന്നാണ്. ആ പോർട്ട് യാഥാർത്ഥ്യമായത് സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ടും പങ്കാളിത്തം കൊണ്ടുമാണ് എന്ന് നാം കാണണം. ചടങ്ങിൽ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്തു. തുടർച്ചയായ 9ാമത്തെ പതിപ്പാണ് ഈ വേദിയിൽ പ്രകാശനം ചെയ്യുന്നത്. 900 വാഗ്ദാനങ്ങളും അവയുടെ പുരോഗതിയും വിലയിരുത്തുന്ന ഈ റിപ്പോർട്ട് kerala.cm.gov.in kerala.gov.in 1.5 മണിക്കൂർ നീണ്ടുനിന്ന പ്രസംഗത്തിൽ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറയുന്നതോടൊപ്പം പ്രതിപക്ഷ പാർട്ടികളെയും കേന്ദ്രത്തെയും വിമർശിച്ചുകൊണ്ടാണ് പ്രസംഗം അവസാനിപ്പിച്ചത്. ജനം, തിരുവനന്തപുരം.